ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളൊരു 260 ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. 26,250 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ലെവല് 26,200 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 26,324 എന്നുള്ള ലെവൽ വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇത് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 26,324 സോ ഏകദേശം 300-400 ലെവലിൽ ലോസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ബയേഴ്സ് സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. പൊതുവെ ഒരു ബുള്ളിഷ് മൊമെൻ്റം ഉണ്ട് മാർക്കറ്റിൽ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ക്വാണ്ടിറ്റി ഒന്നും കൂടെ ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മളൊരു 130 ക്വാണ്ടിറ്റി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 390 ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത്. ഈ ഒരു ലെവലിൻ്റെ താഴെ വന്നു കഴിഞ്ഞാലായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഈ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ നിന്നും ഇതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുന്നതാണ്. ടാർഗറ്റ് എന്ന് പറയുന്നത് 26,324 എന്ന ലെവലാണ്. ഈ ഒരു ലെവൽ 26,200 ഈ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു മൊമെൻ്റം പ്രതീക്ഷിക്കുന്നുണ്ട് മുകളിലോട്ട്. ഇവിടെ ഹോൾഡ് ചെയ്യുന്ന മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഭയങ്കര റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഈ പ്രാവശ്യം ഇത് ബ്രേക്ക് ചെയ്ത് നല്ല ഒരു അപ് ട്രെൻഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതാണ്. ബാങ്കിങ് സെക്ടേഴ്സൊക്കെ നല്ല ബുള്ളിഷ് മൊമെൻ്റാണ് കാണിക്കുന്നത്. സോ നിഫ്റ്റി 50 നല്ല പ്രോഫിറ്റ്, ഏകദേശം 1,000 സംതിങ് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു ലെവൽ അച്ചീവ് ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 26,324 എന്നുള്ള ലെവലിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഏകദേശം 2,000 സംതിങ് ആണ് ഇപ്പോൾ പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, 26,200 മുകളിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം 6,000 സംതിങ് റുപ്പീസ് പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളുടെ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. ആൾമോസ്റ്റ് 6,200 സംതിങ് പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നല്ല ബയേഴ്സ് നല്ല സ്ട്രോങ് ആണ് എന്നാണ് ഇത് കാണിക്കുന്നത്. സോ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് അടുത്ത ആഴ്ചകളിൽ ഓൾ ടൈം ഹൈ എല്ലാം ബ്രേക്ക് ചെയ്ത് നല്ലൊരു ബുള്ളിഷ് മൊമെൻ്റമാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളുടെ ഇൻട്രാഡേ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 26,324 എന്നുള്ള ലെവലാണ്. ഈ ലെവല് ഈ അറ്റ്ലീസ്റ്റ് 300 ലെവലെങ്കിലും എത്തിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോസ് അക്സെപ്റ്റ് ചെയ്യും. ലോസ് ഈ ഒരു ലെവലിൻ്റെ താഴെ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഒരു ട്രേഡിൽ നിന്നും ലോസ് ബുക്ക് ചെയ്യുന്നത്. സോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് സീ. ഹലോ ഫ്രണ്ട്സ്, ഒരു 15,000 സംതിങ് പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി ഇവിടുന്ന് ബുക്ക് ചെയ്യാണ്. ബാക്കി ഹോൾഡ് ചെയ്യാണ്. ജസ്റ്റ് 130 ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തു. ഇപ്പോൾ 260 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്.
സോ ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ പ്രോഫിറ്റ് ഇപ്പോൾ 20,000 സംതിങ് എത്തിയിട്ടുണ്ട്. സോ ചെറിയൊരു ക്വാണ്ടിറ്റിയും കൂടി ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുകയാണ്. ചെറിയ ക്വാണ്ടിറ്റി ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 130 ക്വാണ്ടിറ്റി മാത്രമാണ് ഹോൾഡ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഈ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാണ്. ഏകദേശം 220,200 രൂപ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ലെവൽ വരെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നല്ല പ്രോഫിറ്റ് കിട്ടിയത് കാരണം നമ്മൾ ഈ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തിരിക്കുകയാണ്. 26,324 ആ റേഞ്ച് വരെ വരാനുള്ള സാധ്യതയാണുള്ളത്. സോ എനിവേ 20,000 സംതിങ് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ട്രേഡിൽ എൻട്രി ചെയ്തത് 9/15 ഏകദേശം 9:54 ഈ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുള്ളത്. ഈവൻ ഹാഫ് ആൻ അവർ അരമണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് അരമണിക്കൂർ കൊണ്ടാണ് 20,000 റുപ്പീസ് നമ്മൾ ഉണ്ടാക്കിയത്. അതിനുപയോഗിച്ച ഫണ്ട് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് വെറും 44,000 റുപ്പീസ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് അറൗണ്ട് 20,000 റുപ്പീസാണ് പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് അരമണിക്കൂർ മാത്രമാണ്. ഇതാണ് ഓപ്ഷൻ ബൈങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ട്രേഡ് അവസാനിച്ചിരിക്കുന്നു. ഈ ഒരു ട്രേഡിന് വെറും അരമണിക്കൂർ കൊണ്ടാണ് നമുക്ക് ജസ്റ്റ് ഈ 20,000 റുപ്പീസ് മേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ആൾമോസ്റ്റ് 50% അടുത്ത് നമുക്ക് ഒരു ട്രേഡിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒരു ട്രേഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് അതുപോലെ തന്നെ ലോസും ഇതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ഒന്നാണ്. സോ ഓപ്ഷൻ ബൈങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 3% താഴെയാണ് അതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്നാണ് ഓപ്ഷൻ ബൈങ്. സോ എല്ലാവരും ശ്രദ്ധിച്ച് ചെറിയ ക്യാപിറ്റൽ കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ചെറിയ ക്യാപിറ്റൽ തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ കഴിയും. സോ അതുപോലെ തന്നെ വളരെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാൻ സാധ്യതയുള്ള ഒരു സെഗ്മെൻറ്റാണ് ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നത്.